കോഴിക്കോട് പാഴൂർ മൂന്നൂറിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. ചെറുവാടി സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായത്. ശനിയാഴ്ച ഉച്ചയോടെ നടന്ന അപകടത്തിന് ശേഷം മുഹമ്മദ് ഇർഫാൻ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് മാവൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതാണ്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. അപകടത്തിൽ സഹോദരങ്ങളായ യുവാക്കൾ ചികിത്സയിലാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ രണ്ട് യുവാക്കളെയും ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളെയും വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, അവരുടെ വീട്ടിൽ കയറി സഹോദരനെ ആക്രമിച്ച കേസടക്കം 3 കേസുകളാണ് ഇർഫാനെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു എന്നാണ് വിവരം. എവിടെ നിന്നാണ് പിടികൂടാൻ കഴിഞ്ഞത്? ടോം, കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊടിയത്തൂർ സ്വദേശികളായ സഹോദരങ്ങളെ പാഴൂരിൽ വെച്ചാണ് വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ മുഹമ്മദ് ഇർഫാൻ ശ്രമിച്ചത്. ഇതിനുശേഷം ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമായി നടത്തുകയായിരുന്നു. വിദേശത്തേക്കടക്കം കടന്നുകളയാനുള്ള സാധ്യതകൾ പോലീസ് മുന്നിൽ കാണുകയും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ മാവൂരിന് സമീപത്ത് വെച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പോലീസ് മുഹമ്മദ് ഇർഫാനെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പരിക്കേറ്റ 2 യുവാക്കളും അവരിപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. അവരുടെ തലയ്ക്കും നട്ടലിനും ഒക്കെ ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ തൻസീഫ് എന്ന യുവാവുമായുള്ള തർക്കങ്ങളാണ് ഈ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയത്. ഇരുവരും തമ്മിൽ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതേ തുടർന്ന് തൻസീഫിന്റെ വീട്ടിൽ കയറി ഇർഫാൻ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിനുശേഷം തൻസീഫിനെ ഇർഫാൻ തന്നെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ആശുപത്രിയിൽ നിന്നും പിന്നീട് ഇർഫാൻ കടന്നു കളയുകയായിരുന്നു. ഇതേ തുടർന്നാണ് തൻസീഫിന്റെ സഹോദരങ്ങളായ തസ്മീനും തൻസീമും ഈ ഇർഫാനെ തെരഞ്ഞ് ഇറങ്ങുകയും ഇർഫാൻ പോകുന്ന കാറിന്റെ മുൻവശം ഇവരുടെ ബൈക്ക് നിർത്തുകയും അവിടെ നിന്നും വടിവാളുമായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്ത്. ഇതേസമയം ഇക്കാര്യം കണ്ട ഇർഫാൻ വാഹനം നിർത്താതെ തന്നെ മുന്നോട്ടെടുക്കുകയായിരുന്നു. അതായത് ഇരുവരും വാഹനം ഇടിച്ച് വഴിയിലേക്ക് തെറിച്ച് വീഴുന്ന ദൃശ്യങ്ങളടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഇർഫാൻ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് പോലീസ് ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ഒരു വധശ്രമമാണ് അല്ലെങ്കിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഇത്തരം ഒരു കാര്യം നടന്നതെന്ന് കണ്ടെത്തുകയും ചെയ്ത് തുടർന്നാണ് ഇർഫാനെതിരെ കേസെടുത്തത്. എന്തായാലും അതീവ ഗുരുതരമായ ചില കാര്യങ്ങൾ ഈ കൃത്യത്തിന് പിന്നിലുണ്ട് എന്നൊരു നിഗമനം തന്നെയാണ് പോലീസിനുള്ളത്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ലഹരി ഇടപാടുകൾ അടക്കമുള്ള ചില കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നൊരു സംശയം. ഇപ്പോൾ അത്തരം വിവരങ്ങൾ തന്നെയാണ് പോലീസിൽ നിന്നും ഈ തൻസീമിന്റെ ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്നത്. കാരണം ഈ ഇർഫാൻ കുറച്ച് നാളുകളായി തന്നെ ലഹരി ഇടപാടുകളുമായി ബന്ധമുണ്ടായിരുന്ന. അതായത് അനീഷ്, തുടക്കത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ വാഹനാപകടത്തിനും വധശ്രമത്തിനും ഒക്കെ പിന്നിലെന്ന സൂചനകളായിരുന്നു വന്നത്. പക്ഷേ ഇത് ലഹരി ഇടപാടാണ് ഈ രീതിയിലുള്ള ആക്രമണത്തിന് കാരണമെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇർഫാനും അതോടൊപ്പം പരിക്കേറ്റവരും ഏതെങ്കിലും ലഹരി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണോ? ഇവരുടെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അങ്ങനെ നേരത്തെ ഇവർക്കെതിരെ കേസുകൾ ഉള്ളതായി വിവരങ്ങളില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. ഈ തൻസീഫിനും അല്ലെങ്കിൽ ഇർഫാനും അത്ര ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ഇല്ലായിരുന്നു എന്നാണ് പ്രാഥമികമായി പോലീസ് പറഞ്ഞത്. എന്തായാലും നിലവിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കം, അതേ തുടർന്നുള്ള വധശ്രമം എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പോലീസ് പറയുമ്പോഴും ഈ തൻസീമിന്റെ കുടുംബമാണ് ഇത്തരമൊരു ആരോപണമായി, ബന്ധുക്കളടക്കമുള്ളവരാണ് ഇത്തരമൊരു ആരോപണമായി മുന്നോട്ട് വരുന്നത്. കാരണം ഇർഫാന് ലഹരി സംഘങ്ങളുമായൊക്കെ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ബന്ധം ഈ തൻസീഫ് പുറത്ത് പറയുമോ എന്നുള്ള ഒരു ആശങ്ക, അതേ തുടർന്ന് ഇവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കുകയും അത് തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും കലാശിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം ഈ കുടുംബത്തെ അടക്കം വകവരുത്തുമെന്ന ഭീഷണി ഇയാൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ തൻസീമിനെ മാത്രമല്ല സഹോദരങ്ങളെ അടക്കം ഇല്ലാതാക്കുമെന്ന ഒരു ഭീഷണി ഇയാൾ മുഴക്കിയിരുന്നു എന്നും കുടുംബം പറയുന്നുണ്ട്. ഒപ്പം ഇയാൾക്ക് മറ്റു ചില അധോലോക ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ആളല്ല, ഒരു വലിയ റാക്കറ്റ് ഇയാൾക്ക് പിന്നിലുണ്ട് എന്നടക്കമുള്ള ചില ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതേക്കുറിച്ചൊക്കെ അടക്കം വളരെ വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. നമുക്കറിയാം ഈ താമരശ്ശേരി, കൊടുവള്ളി മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മുക്കത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചും വലിയ തോതിലുള്ള ലഹരിയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അടുത്തൊരു ഇടയായിട്ടാണ് ഇത്തരം വാർത്തകൾക്ക് ഒരു ചെറിയ വിരാമം വന്നിരുന്നത്. ഒരുപാട് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു ഇടമായിരുന്നു. പക്ഷെ കുറച്ചു നാളുകളായി ഇത്തരം വാർത്തകൾക്കൊരു ചെറിയ കുറവ് വന്നിരുന്നു. പക്ഷെ വീണ്ടും ശക്തമായി തന്നെ ഇത്തരം ശക്തികൾ സമൂഹത്തിൽ നിൽക്കുന്നു എന്ന
ഒരു സന്ദേശം തന്നെയാണ് ഈ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം. എന്തായാലും കേവലം വ്യക്തികൾ തമ്മിൽ പണത്തിന്റെ പേരിൽ ഉണ്ടായ തർക്കമല്ല സംഘർഷത്തിലേക്കും പിന്നീട് കൊലപാതക ശ്രമത്തിലേക്കും കടന്നത് എന്ന സൂചനകൾ തന്നെ പുറത്തു വരുന്നു. ഇക്കാര്യത്തെ കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തും. എന്തായാലും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ശനിയാഴ്ച നടന്നത്. അതായത് 2 യുവാക്കൾ ബൈക്കിൽ വരുന്നു, ഒരു കാറിന് മുന്നിൽ ബൈക്ക് നിർത്തുന്നു, അവിടെ നിന്നും വടിവാളുമായി ഇറങ്ങുന്നു. അത് വകവെക്കാതെ തന്നെ ആ കാറിലുള്ള മുന്നോട്ട് ചേർപ്പായിരുന്നു, രണ്ടുപേരെയും ഇടിച്ചു തെറിപ്പിക്കുന്നു. അങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു അക്രമ സംഭവമാണ് നടന്നത്. ഒരുപക്ഷെ ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ട് മാത്രമാണ് ഇതിന്റെ ഒരു ഭീകരതയും വ്യാപ്തിയും പുറത്തു വന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊരു അപകടകരമെന്ന രീതിയിലോ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു സംഭവം എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വാഹനാപകടത്തിൽ യുവാക്കളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഇർഫാൻ പിടിയിലായിരിക്കുന്നു. ഒളിവിലായിരുന്ന ഇയാൾക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി. വാർത്തയിലേക്ക് എത്താം, ഇടവേള കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.